ഉണ്ടാവുമല്ലോ. ഇപ്പൊ പറയണത് ഒരു പെങ്ങളുകുട്ടി അങ്ങനെ ഒരു കോംബോ കളിച്ചുകൊണ്ടാണ് ഔട്ടായതെന്നൊക്കെ പറയുന്നത്. പക്ഷെ എല്ലാവരും പറയുന്നത് ഈ തവണ കപ്പടിക്കാനായിട്ട് ജിൻഡോ ചേട്ടൻ കപ്പടിക്കണം എന്നല്ല ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ചാൻസ് വരുന്നുണ്ടോ? അടിക്കട്ടെ, അടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ. ഓ ആര് കപ്പടിച്ചാലും എനിക്ക് കിട്ടില്ലല്ലോ. ഇഷ്ടം ആരെങ്കിലും അടിക്കട്ടെ എന്ന് അല്ല, അടിക്കട്ടെ, യോഗ്യതയുള്ളവർ അടിക്കട്ടെ. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരാൾ ഇന്നത് അടിക്കുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇഷ്ടമുള്ള ആൾ അടിക്കട്ടെ. അത് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോരുത്തരെ ഔട്ടായി പോകണം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ കപ്പടിക്കാൻ പോകുമ്പോൾ നമ്മൾ ജിൻഡോ ചേട്ടൻ ജാസ്മിൻ ചേച്ചി എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ചിലപ്പോൾ വേറെ ആൾ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയില്ല നിങ്ങൾക്ക് വിചാരിച്ചിട്ട് ഒറ്റയടിക്ക് മാറിപ്പോയില്ലേ. നിങ്ങളും കുറച്ചിങ്ങനെ ആലോചിച്ച് നിന്നോ. ചിലപ്പോൾ വേറെ വല്ലവരാവും കപ്പടിക്കുക. വിജയിച്ചോ? അപ്പൊ വിജയിച്ചിട്ടുണ്ടാവും. കോംബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്ഷിപ്പ്, അവര് തമ്മിൽ ഫ്രണ്ട്സാണ്. പക്ഷേ അതെ ഇല്ലല്ല ഉണ്ടാവുമല്ലോ. ഇപ്പൊ പറയണത് ഒരു പെങ്ങളുകുട്ടി അങ്ങനെ ഒരു കോംബോ കളിച്ചുകൊണ്ടാണ് ഔട്ടായതെന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു കോംബോ ആയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പുറത്ത് വന്നപ്പോഴാണ് എൻ്റെയും കിളിയൊക്കെ വാഗ പറഞ്ഞത്. എന്താ വെച്ചാൽ ഒരു കോംബോ ആയിട്ട് ഇവർ സിജോ, നന്ദന, സായി എന്നൊരു കോംബോ, അഭിഷേകം അതിൻ്റെ ഇടയിൽ കയറി വന്നു. അതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു കോംബോ ഒക്കെ ഇവിടെ സൃഷ്ടിച്ച് കഴിഞ്ഞു. നമ്മളതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇതല്ല. നമുക്ക് എന്തായാലും കണക്ഷൻ ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ മാത്രം നിൽക്കുന്ന ആൾക്കാരാണ്. നമുക്ക് പുറത്തൊന്നും ആരായിട്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ള ആൾക്കാരായിട്ട് നമുക്ക് അറ്റാച്ച്മെൻറ്റ് കൂടും. തുറന്ന് പറയാനായിട്ട് ഇപ്പോൾ സായി ചേട്ടനോടായാലും സിജോനോടായാലും സംസാരിക്കും. അതൊരു കോംബോ ആയിട്ട് ആൾക്കാരെടുത്തു. അത് സന്തോഷം. എടുത്ത് നമ്മളെ പൊങ്കാലിട്ടല്ലോ, വളരെ സന്തോഷം. ഇല്ല, ഞാനിവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് സിജോ ഒരു ഫൈനൽ 5 എന്തായാലും വരുന്നവരാണ്. ഇപ്പത്തെ നമ്മുടെ മലയാളി മനസ്സുകളുടെ ഒരു സപ്പോർട്ടൊക്കെ കണ്ടിട്ട് ജിൻഡപ്പം കപ്പടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് ആരും പറയാനില്ല. യോഗ്യതയുള്ളവരടിക്കട്ടെ. സീക്രട്ട് ഏജന്റിന്റെ ചാനലാണല്ലേ, യോഗ്യതയുള്ളവരടിക്കട്ടെ. തോന്നിയിട്ടുണ്ട്. എപ്പോഴാണ് ബിഗ് ബോസിന് ഇറങ്ങിയത്? ഓ ചിന്തുപോയി. ബിഗ് ബോസിന് ഇറങ്ങിയപ്പോൾ സുഖമായിരുന്നില്ലേ സായി? അല്ല, സിജോ പോന്നപ്പോ സായിയുടെ അഭിപ്രായം എന്തായിരുന്നു? എങ്ങനെയായിരുന്നു? സങ്കടമുണ്ട്. എന്താണ്?